പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയോട് അടുത്ത് വരുവാൻ ആയുസ്സും ആരോഗ്യവും ബലവും തന്നു. സങ്കീർത്തനത്തിൽ പ്രകാരം പറയുന്നു, ഞാൻ കിടന്നുറങ്ങി, യഹോവ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. കർത്താവ് താങ്ങി ആരോഗ്യവും ആയുസ്സും തന്നു. ഇന്നലെ കിടന്നുറങ്ങിയ 2.5 ലക്ഷം പേര് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അതിൽ ഒരാളാകാത്തത് നമ്മൾ ആരും മിടുക്കന്മാരോ പാപികളോ, അവർ പാപികളും നമ്മൾ പാപമില്ലാത്തവരൊന്നും ആയതുകൊണ്ടല്ല, ചില കാര്യങ്ങളും കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ചെയ്യുവാൻ ശേഷിപ്പിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവരാജ്യത്തോട് അടുത്തിരിക്കുവാൻ, സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട്. ആയുസ്സും ആരോഗ്യവും ബലവും തന്ന ദൈവത്തെ ഭയപ്പെട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചേർന്നിരുന്ന് ഇന്നത്തെ ദൈവ വചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 27-ാം വാക്യം നമ്മുടെ ധ്യാനത്തിനായി വായിക്കാം. യോവേൽ ചാപ്റ്റർ 2 വേഴ്സ് 27 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ഇസ്രയേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. യഹോവയായ ദൈവം, ഞാൻ ഇസ്രയേലിന്റെ നടുവിലുണ്ട്. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഞാനല്ലാതെ ഒരുത്തനുമില്ല. നിങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഇത് ഇസ്രയേൽ ജനത്തോട്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എബ്രായരോട്, അബ്രഹാമിൽ നിന്ന് ജനിച്ചവരോട്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തോട് ദൈവം പറയുന്ന ഒരു വാക്കാണ്, ദൈവം പറയുന്ന ഒരു സാക്ഷ്യമാണ്, അല്ലെങ്കിൽ ദൈവം കൊടുക്കുന്ന ഒരു അഷ്വറൻസ് ആണ്. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല, ഞാൻ യഹോവ എന്നറിയും. എന്നിട്ട് അവസാന വാക്ക് പറയാണ്, നീ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. യോവേൽ പ്രവചനം തുടങ്ങുമ്പോൾ തന്നെ ഒരു ന്യായവിധിയോടെ, വാളിന്റെ പ്രവചനത്തോടെയാണ് തുടങ്ങുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരോട് പറഞ്ഞു തുടങ്ങി, ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തുവീൻ, ഹൃദയങ്ങളെയല്ല വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി തകർന്നിരിക്കുന്ന ഹൃദയത്തോടെ മണവറ വിട്ട്, മണവാട്ടി ഉള്ളറ വിട്ട്, പുരോഹിതന്മാർ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നെടുമ്പാട് വീണ് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തുവീൻ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട്, ദൈവത്തിന്റെ പ്രസാദം, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവരെ ദൈവം തിരിച്ചാദരിക്കുന്നത്, പച്ചപ്പുഴുവും വെട്ടിക്കിളിയും തുള്ളനും തിന്ന് ശേഷിപ്പിച്ച സംവത്സരങ്ങൾക്ക് ദൈവം മടക്കിത്തരുമെന്നോ, ദൈവം ഇരട്ടിയായിട്ട് മടക്കിത്തരുമെന്നും പറഞ്ഞ് ആ വാക്കുകൾ, ആ പാരഗ്രാഫ് അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പാസേജിന്റെ കൺക്ലൂഷൻ അതിങ്ങനെ പറയുക: എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. അതിൻ്റെ ആകത്തുക വെറുതെ ലജ്ജിച്ചു പോകുകയില്ല എന്നല്ല, അതിന് മുമ്പിൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന, പ്രതിസന്ധിക്കകത്ത് ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. പ്രതിസന്ധിക്കിടയിൽ മറ്റൊരാളെ ആശ്രയിക്കാതെ, ജീവിതത്തിന്റെ പരിപരിത്ത യാഥാർത്ഥ്യങ്ങളോട് അതേ ഇടപെടുമ്പോൾ, പോരാടുമ്പോൾ, അതിനെ അഭിമുഖീകരിക്കുമ്പോൾ മറ്റൊരിടമന്വേഷിക്കാതെ ദൈവത്തിന്റെ മുഖമന്വേഷിക്കുന്ന ആ ദൈവത്തിന്റെ കുഞ്ഞിനോട്, ദൈവം പറയുന്ന ദൈവത്തിനോട്, ദൈവഭക്തനോട്, ദൈവത്തെ ഭയപ്പെടുന്ന ഒരുവനോട് ദൈവം പറയുന്ന ഒരു അഷ്വറൻസ് ആണ്, ദൈവം കൊടുക്കുന്ന ഒരു ഉറപ്പാണ്: എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പൈതലെ, യഹോവയെ ഭയപ്പെടുന്ന, യഹോവ ഭക്തനായിരിക്കുന്ന നിന്നോട് ഞാൻ ആത്മാവിൽ ഈ വാക്ക് വിളിച്ചു പറയട്ടെ: നീ യഹോവയിലാണ് ആശ്രയിക്കുന്നെങ്കിൽ, യഹോവയെ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നെങ്കിൽ, യഹോവയിലാണ് നിന്റെ ആശ്രയം വെച്ചിരിക്കുന്നെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ ഉറപ്പോടെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നീ ഉറപ്പിച്ചോ, നിന്റെ മുഖം ലജ്ജിച്ചു പോകുകയില്ല. ഇത് ദൈവം തരുന്ന അഷ്വറൻസ്. അവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തന വചനം ഇങ്ങനെ പറയുന്നു: അവങ്കലേക്ക് നോക്കിയ പ്രകാശത്തിനായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടുമില്ല. അപ്പൊ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരുവന്റെ മുഖം ലജ്ജിച്ചു പോകുകയില്ല എന്ന് ഇത് ദൈവവചനം തരുന്ന ഉറപ്പ്. ഇവിടെ ദൈവം നേരിട്ട് തരുന്ന അഷ്വറൻസ്, ദൈവം തരുന്ന ഉറപ്പ്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിലെ നീ ഉറപ്പിച്ചോ, നീ ആശ്രയിക്കുന്ന ദൈവത്തെയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യം എന്തു തന്നെ
എങ്ങനെയായിരുന്നാലും ഇന്ന് പരിഹാസവും നിന്നെയൊക്കെ കേൾക്കുകയാണോ? നീ ഭയപ്പെടുകയാണോ? ഇല്ല, നിന്റെ മുഖം ലജ്ജിച്ചു പോകയില്ല. കാര്യം നീ ആശ്രയിക്കുന്നത് അഖിലാണ്ടത്തിന്റെ ഉടയവൻ, നിന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിയുന്നവൻ, അസ്ഥികൾ ഉണ്ടാകുന്നതിന് മുമ്പേ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്നെ അറിയുന്നവൻ പറയുന്നു, നീ ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. നീ ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്കൊന്ന് കൊടുത്തോ, നീ ലജ്ജിച്ചു പോകയില്ല. വചനം അങ്ങനെ തന്നെ പറയുന്നത്, നീ ലജ്ജിച്ചു പോകയില്ല. ദൈവത്തെ നോക്കുന്ന, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നതിന്റെ മുഖം ദൈവം ആദരിക്കും. അവന്റെ മുഖം ലജ്ജിച്ചു പോകയില്ല. സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു വരുമ്പോൾ അവന്റെ മുഖം ലജ്ജിച്ചു പോകയില്ല. ഇത് തിരുവചനം തരുന്ന ഉറപ്പാ. 2-3 ഈ ലജ്ജിച്ചു പോകയില്ല എന്ന് പറയുമ്പോൾ വചനത്തിൽ തന്റെ ഭക്തന്മാർ പലയിടത്ത്, യെശയ്യാവ് പലപ്പോഴും ഓർപ്പിക്കും, ഞാൻ യഹോവയിൽ ആശ്രയിക്കും, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. സങ്കീർത്തനത്തിൽ ദാവീദ് കോരഹപുത്രന്മാര് പറയുന്നു, അതെ, ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകില്ല, അവൻ കുലുങ്ങി പോകയില്ല, ലജ്ജിച്ചു പോകയില്ല. ഇത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ഹൃദയത്തിൽ നിന്ന് ദൈവം തരുന്ന അഷ്വറൻസ്, അത് ഇൻഷുറൻസ് എടുക്കുന്നവന്റെ കരത്തിലൊരു പോളിസി കിട്ടുന്നത് പോലെ ദൈവവചനം വായിക്കുന്ന ഒരുവന് ദൈവം കൊടുക്കുന്ന ഈ അഷ്വറൻസ് ആണ്, നിന്റെ മുഖം ലജ്ജിച്ചു പോകയില്ല. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അവന്റെ മുഖം ലജ്ജിച്ചു പോകയില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ. അത് ഭക്തന്മാരുടെ അനുഭവമാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ആ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ആ മുഖം ലജ്ജിച്ചു പോയില്ല. മോശയുടെ മുഖം, അതേ, ദൈവത്തിൽ ആശ്രയിച്ചു, മുഖം വാടിപ്പോയില്ല, ലജ്ജിച്ചു പോയില്ല. ഏലിയാവ്, യിഫ്താഹ്, ബാരാക്ക് തുടങ്ങിയ പ്രവാചകന്മാർ, ശമൂവേൽ ആ ശമൂവേൽ പ്രവാചകന്മാർ, എബ്രായ ലേഖനം 11-ാം അധ്യായം താഴേക്ക് വായിക്കുമ്പോൾ ആ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഒരുവനും ലജ്ജിച്ചു പോയിട്ടില്ല. യഹോവ ഭക്തരായിട്ട് നടന്ന് ഒരുവനും ലജ്ജിച്ചു പോയിട്ടില്ല. മുഖം ലജ്ജിച്ചു പോകയില്ല. ഇത് യഹോവ ഭക്തന്റെ സാക്ഷ്യമാ. ദൈവം നിനക്ക് തരുന്ന അഷ്വറൻസാ. ഇനി ഒരു കാര്യം ഇവിടെ പറയാം. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണെങ്കിൽ, നീ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം നിന്റെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവനാണെങ്കിൽ അടുത്തൊരു കാര്യം കൂടിയുണ്ട്. ഒരിക്കല് മൊർദെഖായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഹാമാൻ എന്ന ഒരു ദേശത്തിന്റെ അധിപനെ നമസ്കരിക്കാത്തത് കൊണ്ട് ഒരു തീരുമാനമുണ്ടായി, മൊർദെഖായിയെ പിടിച്ച് തൂക്കിക്കൊല്ലുക എന്നൊരു തീരുമാനം, തൂക്കിക്കൊല്ലുമെന്ന്. കഴുകുമരം ഉയർത്തി 50 മുഴ ഉയരമുള്ള കഴുകുമരം മുറ്റത്തുയർത്തിയിട്ട് സകല പേരും കാണുകെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എടുത്തു. അങ്ങനെ കാര്യങ്ങളെല്ലാം വട്ടം കൂട്ടി അതിന്റെ അവസാനത്തെ രാജമുദ്രയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോഴാ ദൈവത്തിന്റെ പ്രവൃത്തി. അങ്ങനെ ദൈവപ്രവൃത്തി നടന്ന് അന്ന് രാത്രി രാജാവിന് ഉറക്കം വരാതെ തൂക്കിക്കൊല്ലാൻ ആരാണോ വിധിച്ചിരുന്നത് അവനോട് പറഞ്ഞു, നാളെ പ്രഭാതത്തിൽ നീ ചെന്ന് കുരുക്കകളൊക്കെ പൂർത്തിയാക്കി നീ തൂക്കിക്കൊല്ലും എന്ന് പറഞ്ഞ അവനെ. അങ്ങനെ പുസ്തകം എഴുതിയിട്ടില്ല, പക്ഷെ ഹൃദയത്തിനകത്ത് ആ ഹാമാന്റെ മനസ്സിൽ അവനെ തന്നെ രാജാവിന്റെ കുതിരപ്പുറത്ത് കൊണ്ടുപോയി രാജാവിന്റെ വസ്ത്രം ധരിപ്പിച്ച് രാജാവിന്റെ വടി കൊടുത്ത് രാജാവിന്റെ കിരീടം വെച്ച് ഇവൻ ഫ്രണ്ട് നടക്കണം. ഹാമാൻ ഫ്രണ്ട് നടന്നിട്ട് പറയണം, ഇങ്ങനെ വിളിച്ചു പറയണം, രാജാവ് ആദരിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യണം. ഹൃദയത്തിനകത്ത് പ്ലാൻ ചെയ്ത് ഉറപ്പിച്ചിരുന്നു തൂക്കിക്കൊല്ലാനാ. പക്ഷേ ഇപ്പൊ രാജവീതിയിൽ കൂടെ നടക്കുക, രാജാവ് ബഹുമാനിക്കാതിരിക്കുന്ന പുരുഷനെ ഇങ്ങനെ ആദരിക്കുമെന്ന് പറഞ്ഞ് ഈ സംഭവം ചെന്ന് ആ ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി, ആ ഭാര്യ സേരസ്, അവളുടെ പേര് സേരസ് എന്നാ, ഭാര്യയോട് എന്ന് പറയുക, ഇങ്ങനൊരു കുഴപ്പം പറ്റി, നമ്മൾ തൂക്കിക്കൊല്ലായിരുന്ന ആളെ രാജാവ് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംഭവിച്ച് ആദരിക്കാൻ പറഞ്ഞ് എന്നെ നിയോഗിച്ചിരിക്കുക, ഞാൻ ഫ്രണ്ടിൽ നടന്ന് രാജാവ് ആദരിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യണോ എന്ന് പറയണം എന്ന് പറയുമ്പം ആ ഭാര്യ സേരസ് പറയുന്ന ഒരു കാര്യമുണ്ട്, അവനൊരു യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കയില്ല, നീ ആ മൊർദെഖായിയുടെ മുമ്പിൽ വീഴാൻ പോകുന്നു. നീ ഒരു യഹൂദനാണെങ്കിൽ, അതിന്റെ മറ്റൊരു വേഷം പറയട്ടെ, കേൾക്കുന്ന ദൈവജനത്തോട് പറയാം, നീ യഹോവയിൽ ആശ്രയിക്കുന്നവനാണെങ്കിൽ, മൊർദെഖായിയുടെ ജീവിതത്തോട് ചേർന്ന് പറയാം, നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, പ്രതിസന്ധിയുടെ നടുവില് വേദനയുടെ നടുവിൽ നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിന്റെ മുഖം ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. നിന്റെ മുഖം ലജ്ജിക്കത്തില്ല. ഹാമാന്റെ മുൻപിൽ നീ തോറ്റുപോകത്തില്ല, കാരണം നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാ. പിശാചിന്റെ മുമ്പിൽ നീ പതറിപ്പോകത്തില്ല, കാരണം നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാ, നീ പ്രാർത്ഥിക്കുന്നവനാ. നിന്റെ മുഖം ലജ്ജിച്ചു പോകയില്ല. ഈ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം തന്നെ ഉറപ്പ് പറയുക, നിന്റെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. കാര്യം നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാ, ദൈവത്തിൽ ആശ്രയിക്കുന്നവനാ, നീ യഹോവ ഭക്തനാ, യഹോവയെ ഭയപ്പെടുന്നവനാ.
പിശാചൊന്ന് ത്രട്ടം ചെയ്തെന്ന് വന്നേക്കാം, ഭീഷണിപ്പെടുത്തിയെന്ന് വന്നേക്കാം. പക്ഷേ ഇതിന് അവസാനമല്ല. നിന്റെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല കുഞ്ഞെ. നിന്റെ മുഖം ലജ്ജിച്ചു പോകയില്ല. എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ, ഒന്നും അടയട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യഹോവയിലെ ആശ്രയം ഒന്ന് പുതുക്കിക്ക്. യഹോവ തന്നെ നമുക്ക് ആശ്രയമായിട്ടിരിക്കട്ടെ. ഇന്ന് ഉറപ്പിച്ച് നിന്റെ മുഖം ലജ്ജിച്ചു പോകയില്ല. ഓ, നിന്റെ മുഖം ലജ്ജിച്ചു പോകയില്ല കുഞ്ഞെ. നിന്റെ മുഖം ലജ്ജിച്ചു പോകയില്ല. നിന്റെ മുഖം അത് ദൈവത്തിന് അഷ്വറൻസ് നീ ഏറ്റു പറഞ്ഞു. യഹോവയിൽ ആശ്രയിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ആശ്രയിക്കുന്ന എന്റെ മുഖം ലജ്ജിച്ചു പോകയില്ല. സ്വർഗീയ കർത്താവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അദൃശ്യമാകുന്ന ദൈവശക്തി കർത്താവെ വചനം കേൾക്കുന്ന ഹൃദയങ്ങളെ തൊടുന്നതിനായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാതെ വണ്ണം, അവങ്കലേക്ക് നോക്കിയ പ്രകാശത്തിനായി മുഖം ലജ്ജിച്ചു പോയിട്ടില്ല, പോകയില്ല, പോകാതെ വണ്ണം ജനത്തെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. താമസം നേരിടാം. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിക്ക് ചിലപ്പോൾ ഒന്ന് വട്ടം കറങ്ങി, ഒന്ന് ടെൻഷനായി എന്ന് വന്നേക്കാം. പക്ഷേ അന്തിമ വിധിയിൽ നിന്റെ മുഖം ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. ലജ്ജിച്ചു പോകാത്ത ദൈവത്തിന്റെ കരം കർത്താവെ ദൈവജനത്തോട് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ ഞാൻ ജനത്തെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ആത്മാവിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധമായ നാമത്തിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മുഖം ലജ്ജിച്ചു പോകയില്ല. അത് ദൈവത്തിന്റെ ഉറപ്പാകിയാൽ നന്ദി പറയുന്നു. അത് ജനം ഏറ്റു പറയുമ്പോൾ ദൈവം അതിനെ അപ്രൂവ് ചെയ്തതിനായി സ്തോത്രം കർത്താവെ. സ്വർഗത്തിന് അത് അപ്രൂവ് ചെയ്യുന്നതിനായി നന്ദി. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിട്ടിയാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ, കൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കൃപയ്ക്കുള്ളിൽ മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.